Welcome back, my dear students, on a new lecture on Laplace transform. നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ചില പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഫസ്റ്റ് പാർഷ്യൽ ഫ്രാക്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പാർഷ്യൽ ഫ്രാക്ഷൻസിൽ തന്നെ അൺറിപ്പീറ്റഡ് ഫാക്ടേഴ്സിൻ്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ഈസ് റിപ്പീറ്റഡ് ഫാക്ടേഴ്സ്. സോ റിപ്പീറ്റഡ് ഫാക്ടർ വരുമ്പോഴുള്ള കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ കേസ് 2 റിപ്പീറ്റഡ് ഫാക്ടർ s minus a the whole raised to n. ഓക്കെ, ഇപ്പം നമ്മൾ എസ് മൈനസ് എ ദ ഹോൾ റേസ് ടു 3 വരുന്നു എന്ന് സങ്കല്പിക്കുക. ഓക്കെ, സോ ഇതിനെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് എ ഡിവൈഡഡ് ബൈ എസ് മൈനസ് എ. സോ നമുക്ക് ഡിനോമിനേറ്ററിൽ 1 ബൈ എസ് മൈനസ് എ ദ ഹോൾ ക്യൂബ് ഇൻറ്റു സം എഫ് ഓഫ് ജി ഓഫ് എസ് എന്ന് വന്നെന്ന് വെച്ചു. ഇതിനെ നമ്മൾ a1 divided by s minus a the whole cube plus a2 divided by s minus a the whole square plus a1 divided by s minus a. ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, a1ൻ്റെയും a2ൻ്റെയും a3യുടെയും വാല്യൂ കണ്ടുപിടിച്ചിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് ചെയ്യുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. സോ വി വിൽ ഡിസ്കസ് ദിസ് യൂസിങ് എ പർട്ടിക്കുലർ പ്രോബ്ലം. ഓക്കെ, സോ problem is, so the question is, find the inverse transform in of s cube minus 4s square plus 4 divided by s square into s square minus 3s plus 2. So here f of s is equal to numerator s cube minus 4s square plus 4 all divided by s square into s square minus 3s plus 2. So ഇതിനെ s square minus 3s plus 2നെ s minus 1 into s minus 2 എന്ന് എഴുതാം. So this can be written as s cube minus 4s square plus 4 divided by s square into s minus 1 into s minus 2. Okay, ഇവിടെ 1 by s square എന്നുള്ള ഫാക്ടർ പവർ 2 ഉള്ള ഫാക്ടർ ആണ്. So you have to do that accordingly the repeated factors form. So f of s can be written as f of s is equal to s cube minus 4s square plus 4 all divided by s square into s minus 1 into s minus 2 is equal to ആദ്യം ഈ 1 by s square the factor. So a2 divided by s square പ്ലസ് a1 ഡിവൈഡഡ് ബൈ എസ്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർഷ്യൽ ഫ്രാക്ഷൻ ഫോം എഴുതി. ഇനി അടുത്തത് ബാക്കി റിപ്പീറ്റഡ് ആയിട്ടുള്ള സെപ്പറേറ്റ് ഫാക്ടേഴ്സ് ആണ്. സോ പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1 പ്ലസ് സി ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2. ഓക്കെ, ദിസ് ഈസ് ദ ഐഡിയ. ഇവിടെ എസ് ക്യൂബ് ആയിരുന്നെങ്കിൽ a3 ഡിവൈഡ് ബൈ എസ് ക്യൂബ് പ്ലസ് a2 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് a1 ഡിവൈഡഡ് ബൈ എസ് ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ ഫാക്ടേഴ്സ് ഇൻ വിത്ത് റെസ്പെക്ട് ടു ദ കേസ് 1. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. Now the thing is, നമ്മൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ മൾട്ടിപ്ലൈയിങ് ബൈ മൾട്ടിപ്ലിക്കേഷൻ ബൈ എസ് സ്ക്വയർ ഇൻറ്റു എസ് മൈനസ് 1 ഇൻറ്റു എസ് മൈനസ് 2. ഓക്കെ, സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. സോ ഇക്വേഷൻ നമ്പർ 1 ബിക്കംസ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡിനോമിനേറ്റർ ക്യാൻസൽ ആയി പോയിട്ട് ന്യൂമറേറ്റർ മാത്രമേ ഉള്ളൂ. എസ് ക്യൂബ് മൈനസ് 4s square plus 4 is equal to റൈറ്റ് സൈഡിൽ ഫസ്റ്റ് ടേമിനോടൊപ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ എസ് സ്ക്വയറും ക്യാൻസൽ ആയി പോയിട്ട് ഈ ടേമാണ് നമ്മൾ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ എസ് സ്ക്വയർ ഇത് ന്യൂമറേറ്റർ വരുമ്പോൾ എസ് സ്ക്വയറും ക്യാൻസൽ ആയി പോയിട്ട് a2 ഇൻറ്റു എസ് മൈനസ് 1 ഇൻറ്റു എസ് മൈനസ് 2 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് വീണ്ടും ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു എസ്സും ഇവിടുത്തെ ഒരു എസ്സും ക്യാൻസൽ ആയി പോകും. സോ ബാക്കി എസ് മൈനസ് 1 ഉണ്ട്, എസ് മൈനസ് 2 ഉണ്ട്, ഒരു എസ്സും ഉണ്ട്. സോ a1 into s into s minus 1 into s minus 2 plus b into അടുത്തത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ എസ് മൈനസ് 1 ഉണ്ട്, എസ് മൈനസ് 1 എസ് മൈനസ് 1 ക്യാൻസൽ ആയി പോയിട്ട് തിങ് ഈസ് എസ് സ്ക്വയർ ഇൻറ്റു എസ് മൈനസ് 2 എന്ന്. നെക്സ്റ്റ് ഈസ് പ്ലസ് സി ഇൻറ്റു ഇവിടെ ഡിനോമിനേറ്റർ എസ് മൈനസ് 2 ഉണ്ട്, എസ് മൈനസ് 2 ക്യാൻസൽ ആയി പോയിട്ട് സി ഇൻറ്റു എസ് സ്ക്വയർ ഇൻറ്റു എസ് മൈനസ് 1 എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദ ഫോം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് a2ൻ്റെയും a1ൻ്റെയും bയുടെയും സിയുടെയും വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്.
സോ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഫാക്ടേഴ്സ് സീറോ ആക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റിൽ എസ് ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ put s is equal to 1. S is equal to 1 ആകുമ്പോൾ this factor becomes 0, this factor becomes 0, this factor becomes 0. Okay, കാരണം 1 minus 1 ആകും അത് മൊത്തം. So left hand side becomes 1 cube minus 4 into 1 square plus 4 is equal to a2 into 1 minus 1 എന്ന് കിട്ടും. 1 minus 1 is 0. So a2 into 1 minus 1 into 1 minus 2 plus a1 into 1 into 1 minus 1 into 1 minus 2 plus b into 1 square into 1 minus 2 plus c into 1 square into 1 minus 1. 1 minus 1 0 ആയപ്പോൾ this term becomes 0, this term becomes 0, this term becomes 0. Here 4 into 1 square is 4, minus 4 plus 4 is 0. So 1 plus minus 4 plus 1 minus 4 plus 4 is 1. So this is 1 is equal to b into 1 square is 1, 1 minus 2 is minus 1, 1 into minus 1 is minus 1. So b into minus 1 is 1, which implies b is equal to 1 divided by minus 1, which is minus 1. So b യുടെ വാല്യൂ നമുക്ക് minus 1 എന്ന് കിട്ടി. എസിന് 1 കൊടുത്തു. ഇനി എസിന് 2 കൊടുക്കുമ്പോൾ ഈ ടേം ക്യാൻസൽ ആയിപ്പോൾ, ഈ ടേം ക്യാൻസൽ ആയിപ്പോൾ, ഈ ടേമും ക്യാൻസൽ ആയിപ്പോൾ. സോ വി ക്യാൻ ഫൈൻഡ് സി. സോ നെക്സ്റ്റ് പുട്ട് s is equal to 2. So left hand side becomes 2 cube minus 4 into 2 square plus 4 is equal to right hand side is a2 into 2 minus 1 into 2 minus 2. So a2 into 2 minus 1 into 2 minus 2 plus a1 into 2 into 2 minus 1 into 2 minus 2. Okay, ഇവിടെ 2 കൊടുക്കുന്നു. Next b into 2 square into 2 minus 2. b into 2 square into 2 minus 2 plus c into ഇവിടെ 2 square into 2 minus 1. 2 minus 1. 2 minus 2 ഇവിടെ ഈ ടേം 0 ആയിപ്പോൾ, ഇവിടെയും 2 minus 2 ഉണ്ട്, that term becomes 0. ഇവിടെയും 2 minus 2 ഉണ്ട്, that term becomes 0. So this becomes 8 minus 4 into 4 16 plus 4 എന്ന് കിട്ടും. So this is c into 2 square is 4, 2 minus 1 is 1. 4 into 1 is actually 4. So this is 4c. So this implies 8 minus 16 plus 4 is actually minus 4. So minus 4 is equal to 4c എന്ന് വരും. This implies c is equal to minus 1. So c യുടെ വാല്യൂ കിട്ടി. c യുടെ വാല്യൂ കിട്ടി, നമുക്ക് b യുടെ വാല്യൂ കിട്ടി. നെക്സ്റ്റ് ഈസ് a1ന്റെ a2ന്റെ വാല്യൂ. എസിന് 0 കൊടുത്താൽ ഈ ടേം 0 ആയിപ്പോവും, ഈ ടേം 0 ആയിപ്പോവും, ഈ ടേമും 0 ആയിപ്പോവും. ഓക്കെ, സോ a2ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ പുട്ട് നെക്സ്റ്റ് ടേം ഈസ് s is equal to 0. s is equal to 0 ചെയ്യുമ്പോൾ left hand side is 0 cube minus 4 into 0 square plus 4 is equal to a2 into 0 minus 1 into 0 minus 2 plus a1 into 0 into 0 minus 1 into 0 minus 2 plus b into 0 square into 0 minus 2 plus c into 0 square into 0 minus 1. ഓക്കെ, ഇവിടുത്തെ ടേംസ് എല്ലാം എസിന് 0 കൊടുക്കുമ്പോഴാണ് ഈ വാല്യൂ കിട്ടുന്നത്. സോ ഇവിടെ 0 into something this becomes 0, 0 into something this becomes 0, 0 into something this becomes 0. So this term becomes 4 is equal to 0 minus 1 is minus 1, 0 minus 2 is minus 2, minus 1 into minus 2 is 2. So 2a2 എന്ന് കിട്ടും. So which implies a2 is equal to 4 by 2 which is equal to 2. Okay, so നമുക്ക് b യുടെ വാല്യൂ കിട്ടി -1, c യുടെ വാല്യൂ കിട്ടി -1, a2ന്റെ വാല്യൂ കിട്ടി 2. Now a1ന്റെ വാല്യൂ കണ്ടുപിടിക്കും. പക്ഷേ a1ന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഇനി നമുക്ക് ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ we won't get anything. നമുക്കിവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളില്ല. നമുക്ക് എല്ലാ പോസിബിൾ ആയിട്ടുള്ള വാല്യൂസും കണ്ടുപിടിച്ചു. അപ്പോൾ ഇനി നമുക്ക് a1ന്റെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ the only thing is
ഐദർ നിങ്ങൾ ഇതിൻ്റെ ടേംസിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഈക്വൽ ആയിട്ടുള്ള പവേഴ്സ്, ഈക്വൽ ആയിട്ടുള്ള കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യും. നെക്സ്റ്റ് ഈസ് ഡെറിവേറ്റീവ് എടുക്കും. ഈ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇവിടെ എസിൻ്റെ ഈ ടേം എന്ത് ചെയ്യും? ക്യാൻസൽ ആയിപ്പോകും. ഓക്കെ, ദാറ്റ്സ് ദ ഐഡിയ. സോ ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇവിടെ എസിൻ്റെ ടേം നമുക്ക് ക്യാൻസൽ ആക്കാം. സോ ഇവിടെ എല്ലാം വരും. അപ്പോൾ നമ്മൾ ഇവിടെ എസിൻ്റെ പവേഴ്സ് വരുമ്പോൾ, പാർഷ്യൽ ഫ്രാക്ഷൻ വരുമ്പോൾ എസ് സ്ക്വയർ വരുന്നെങ്കിൽ ലാസ്റ്റ് ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി ഡെറിവേറ്റീവ് എടുക്കണം 1 ടൈം. എസ് ക്യൂബ് ആണ് വരുന്നതെങ്കിൽ 2 ടൈംസ് ഡെറിവേറ്റീവ് എടുക്കണം. എസ് റൈസ് ടു 4 ആണ് വരുന്നതെങ്കിൽ 3 ടൈംസ് ആൻഡ് സോ ഓൺ. ദാറ്റ്സ് ദി ഐഡിയ. സോ നമ്മൾ ചെയ്യുന്നത്, കോൾ ദിസ് ആസ് ഇക്വേഷൻ നമ്പർ 2, ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 2 വിത്ത് റെസ്പെക്ട് ടു എസ്. എസിൻ്റെ ടേംസിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എസ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് ഈസ് 3s square minus 4s square the derivative is 8s minus 8s plus 4 the derivative is 0 is equal to, next is a2 into the product in the derivative. So a2 into first one s minus 1 into s minus 2 in the derivative is 1 plus s minus 2 into s minus 1 in the derivative is 1 പ്ലസ് നമ്മൾ അടുത്തത് a1 ഇൻറ്റു എസ് ഇൻറ്റു എസ് മൈനസ് 1 ഇൻറ്റു എസ് മൈനസ് 2. a1 കോൺസ്റ്റൻ്റ് ആണ്, എസ് ഇൻറ്റു ബാക്കിയുള്ള ഫാക്ടർ എടുക്കുന്നു. സോ a2 ഇൻറ്റു ഫസ്റ്റ് എസ് ഇൻറ്റു എസ് മൈനസ് 1 ഇൻറ്റു എസ് മൈനസ് 2ൻ്റെ ഡെറിവേറ്റീവ് ഓൾറെഡി കണ്ടുപിടിച്ചു. എസ് മൈനസ് 1 പ്ലസ് എസ് മൈനസ് 2 പ്ലസ് s minus 1 into s minus 2 into s in the derivative is 1. Okay, plus b into അടുത്തത് s square into s minus 2 in the derivative. So product rule, s square into s minus 2 in the derivative is 1. Next is s minus 2 into s square in the derivative is 2s plus c into ഇതുപോലെ തന്നെ s square into s minus 1 in the derivative. So this is s square into s minus 1 in the derivative is actually 1 plus s minus 1 into s square in the derivative is actually 2s. Okay, this is the idea. So ഇവിടെ നിന്ന് നമുക്ക് എസിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ a1ൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നൗ put s is equal to 0. s is equal to 0 കൊടുക്കുമ്പോൾ this value becomes 0. 3 into s 0 square minus 8 into 0 which is 0 is equal to a2 into this is 0 minus 1 which is minus 1 plus 0 minus 2 which is minus 2. Okay, plus a1 into 0 into this term which is 0 plus 0 minus 1 into 0 minus 2 which is minus 1 into minus 2 is 2 plus b into here ഇവിടെ 0 square വരും, ഇവിടെ 0 into something വരും, so 0 വരും total plus c into ഇവിടെ 0 square വരും which is 0, 2 into 0 into s minus 1 is 0, total sum is 0. Okay, so we get the answer as 0 is equal to minus 3a2 plus 2a1, which implies 2a1 is equal to 3a2. That is a1 is equal to 3 by 2 a2. a2ൻ്റെ വാല്യൂ ഓൾറെഡി നമുക്കറിയാം which is 2. a2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a1 is equal to 3 by 2 into 2 which is actually 3. So a1ൻ്റെയും a2ൻ്റെയും a3യുടെയും a4ൻ്റെയും വാല്യൂ കണ്ടുപിടിച്ചു. So a2 is actually 2, a1 is actually 3, b is actually minus 1, c is actually minus 1. So f of s, which is s cube minus 4s square plus 4 divided by s square into s minus 1 into s minus 2
which was written as a2 by s square plus a1 by s plus b divided by s minus 1 plus c divided by s minus 2 എന്ന് എഴുതി, which is substitute ചെയ്യുമ്പോൾ 2 divided by s square plus 3 divided by s minus 1 divided by s minus 1 minus 1 divided by s minus 2. Now this is f of s. So L inverse of f of s ഇനി നമുക്ക് കണ്ടുപിടിക്കാം. L inverse of f of s is equal to L inverse of 2 by s square plus 3 by s minus 1 by s minus 1 minus 1 by s minus 2, which is linearity property അനുസരിച്ച് L inverse of 2 by s square plus L inverse of 3 by s minus L inverse of 1 by s minus 1 minus L inverse of 1 by s minus 2. Now this can be written as, so linearity property inside to 2 into L inverse of 1 by s square plus 3 into L inverse of 1 by s minus 1 L inverse of 1 by s minus 1 minus L inverse of 1 by s minus 2. Mean 1 by s square and L inverse. Okay. So L inverse of 1 by s raised to n plus 1 നമ്മൾ already പറഞ്ഞതാണ്, which is actually t raised to n by n factorial. So L inverse of 1 by s square is actually ഇവിടെ n is equal to 1 ആണ്. So t raised to 1 divided by 1 factorial, which is t. So L inverse of 1 by s നമ്മൾ already കണ്ടുപിടിച്ചാണ്, which is constant, which is 1, and L inverse of 1 by s minus 1, which is 1 by s minus a എന്നുള്ള ഫോർമാറ്റ് ആണ്, which is e raised to at. So this is e raised to 1t. Okay, so e raised to t നമുക്ക് അതിനെ എഴുതാം. So L inverse of 1 by s minus 2, which is e raised to 2t. Okay, so നമ്മൾ ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ L inverse of f of s is equal to 2 times t plus 3 times 1 minus 1 times e raised to t minus 1 times e raised to 2. That is 2t plus 3 minus e raised to t minus e raised to 2. Okay, so this is the answer. So ഇങ്ങനെയാണ് റിപ്പീറ്റഡ് റൂട്ട്സ് വരുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്.